നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ നിയമസംഹിതകൾ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡെന്നും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും എന്നുമൊക്കെയുള്ള പേരുകളിൽ പലവിധ ശിക്ഷാ നിയമങ്ങളായിട്ട് ഇടം പിടിച്ചിരുന്ന നിയമങ്ങൾ ഇപ്പോൾ അടിമുടി മാറ്റപ്പെട്ടിരിക്കുകയാണ്. 2023 ഡിസംബർ മാസം 25 രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിലും പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് പുറം ചട്ടയിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് 2024 ജൂലൈ മാസം 1 മുതൽ പ്രാവർത്തികമായിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് തൊഴിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അല്ലേ? അഡ്വക്കേറ്റ്സ്, അല്ലേ? ജഡ്ജിമാർ, അല്ലേ? അതെല്ലാം ഒരു കാറ്റഗറിയിൽ പെടും, അല്ലേ? വക്കീൽമാർ, അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കാം, നമ്മുടെ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ പോകുന്ന കാര്യം. കാലാകാലങ്ങളിലായിട്ട്, അല്ലേ, നൂറ്റാണ്ടുകളായിട്ട് കൈകാര്യം ചെയ്തു വന്നിരുന്ന പല നിയമങ്ങളുടെയും പേരുകളിന് മാറുന്നു, വകുപ്പുകളിലും അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ആ ഒരു കാലമെന്ന് വെച്ചാൽ എന്തായിരിക്കാം, കുറച്ച് ഗൗരവതരമായിട്ടുള്ള കാലമായിരിക്കും. കാര്യം ശിക്ഷാവിധികളും ശിക്ഷയ്ക്ക് കൊടുക്കുന്ന വകുപ്പുകളുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ, തെറ്റുകളൊക്കെ ഉണ്ടാകുന്നൊരു കാലം കൂടിയാണ്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ, അതായത് മത്സര പരീക്ഷയ്ക്ക് സംബന്ധിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ, പ്രത്യേകിച്ച് സിവിൽ പോലീസ് ഓഫീസർ, അല്ലേ, CPO പരീക്ഷ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഇത്രയും കാലം അവർ പഠിച്ചിരുന്നത് CRPCയും IPCയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇനി മുതൽ അങ്ങ് പഠിക്കേണ്ടി വരുന്ന എന്താണ്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം എന്നിവയൊക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ ഉടൻ തന്നെ വരാൻ പോവുകയാണ്, മെയിൻസ് പരീക്ഷ, അല്ലെ? സബ് ഇൻസ്പെക്ടറുടെ SIയുടെ മെയിൻ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ മെയിൻ പരീക്ഷ സെപ്റ്റംബർ മാസത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജൂലൈ മാസം മുതൽ ഈ പറയുന്ന നിയമങ്ങളുടെ പേരുകളിലും വകുപ്പുകളിലുമൊക്കെ മാറ്റവും വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഈ സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷ എഴുതുന്ന ആളുകൾക്കൊരു ആശങ്ക ഉണ്ടാവും, അല്ലേ? ഏതായിരിക്കും ചോദ്യം വരിക? IPSയെ കുറിച്ചായിരിക്കും ചോദ്യം വരിക. കാര്യം പരീക്ഷയ്ക്ക് ഏകദേശം, അല്ലേ, 3 മാസമേ അവശേഷിക്കുന്നുള്ളൂ, 3 മാസം തികച്ചില്ല. അപ്പോൾ ഏത് മേഖലയിൽ നിന്നായിരിക്കും ചോദ്യം വരിക? IPC കേന്ദ്രീകരിച്ചാണോ ചോദ്യം വരിക? CRPC കേന്ദ്രീകരിച്ചാണോ ചോദ്യം വരിക? ഇന്ത്യൻ എവിഡൻസ് ആക്ട് കേന്ദ്രീകരിച്ചാണോ ചോദ്യം വരിക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ IPC എന്ന് പറയുന്നത് 511 സെക്ഷനുകൾ ഉണ്ടായിരുന്ന, 23 ചാപ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ എന്തായി? അത് കുറഞ്ഞു. 358 സെക്ഷനുകളും 20ഓളം ചാപ്റ്ററുകളുമായിട്ട് അത് ചുരുങ്ങി. അതേപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 484 സെക്ഷനുകൾ ഉണ്ടായിരുന്നത് വർദ്ധിച്ച് ഭാരതീയ ന്യായ സംഹിതയായപ്പോൾ 531 സെക്ഷനുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിലോ 1872 നിലവിൽ വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 11 ചാപ്റ്ററുകളും 167 സെക്ഷനുകളും 3 പാർട്ടുകൾ, ഭാഗങ്ങളും ഉണ്ടായിരുന്നതായിരുന്നു. എന്നാൽ ഭാരതീയ സാക്ഷി അധിനിയം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് 12 ചാപ്റ്ററും 170 സെക്ഷനുകളും 4 പാർട്ടുകളുമായിട്ട് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് പഠിക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ പ്രത്യേകിച്ച് സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഭാസീസ് അക്കാഡമി ഈ പറയുന്ന നിയമങ്ങളെക്കുറിച്ച്, അതായത് IPCയെക്കുറിച്ചും BNSനെ കുറിച്ചും CRPCയെക്കുറിച്ചും BNSSനെ കുറിച്ചും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ചും ഭാരതീയ സാക്ഷി അധിനിയത്തെക്കുറിച്ചും 2 കാര്യങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്, അല്ലെ? സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് SIക്ക് ഒരു 45 മാർക്ക് ഉണ്ട്. സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു 45 മാർക്കുണ്ട്. ഈ 45 മാർക്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 മാർക്കുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ RTIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7, 3, 10 മാർക്ക് ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ CRPCയും IPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏകദേശം 10 മാർക്കോളം ഉണ്ട്. പിന്നെ 15 മാർക്കോളം ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അങ്ങനെ 45 മാർക്കുകളാണ് SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളത്. ഈ സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഭാസീസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നീ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഈവനിങ് ടൈമിലാണ് 9 PM ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം
കവർ ചെയ്തു പോകുന്ന ഒരു കോഴ്സാണ് ബാസിസ് അക്കാഡമി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും നിർബന്ധമായിട്ടും ഈ 45 മാർക്ക് എന്ന് പറയുന്നതാണ് കീറാമുട്ടിയായിട്ടുള്ളത്. ഇവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻ്റർവ്യൂവിന് വരെ എന്തായാലും പോകാൻ സാധിക്കും. അപ്പോൾ ഈ 45 മാർക്കിൽ ഏകദേശം ഒരു 30 മാർക്ക് എങ്കിലും നമുക്ക് നേടുവാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സിൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മാറിയ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയൊക്കെ വെന്ന് മനസ്സിലാക്കി പഠിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് SIയുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9846183166 9846183166 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.